മൈക്രോ ടീച്ചിങ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ ടീച്ചിങ് സ്കിൽസ് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യും. അതായത് നമ്മളൊരു ക്ലാസ്സിൽ ചെല്ലുകയാണ്. അപ്പം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികൾ ഭയങ്കര ബഹളം ഉണ്ടാക്കാം. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴെന്താണ് നമ്മൾ ആദ്യമേ അവരെ ഒന്ന് ശാന്തരാക്കി ഇരുത്തുക, അല്ലേ? അവരെ പ്രോപ്പറായിട്ട് വിഷ് ചെയ്യുക. പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? ബ്ലാക്ക് ബോർഡൊക്കെ ആണോ എന്ന് നോക്കുക. അപ്പം ക്ലീൻ അല്ല എങ്കിൽ അത് ക്ലീൻ ചെയ്യുക. പിന്നീട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യേണ്ടതും അതൊരു ക്ലാസ് റൂംസൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് അവരുടെ കൂടെ ഉത്തരവാദിത്തമാണ്. സോ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വയ്ക്കും. അപ്പം ഇൻ കേസ് അല്ല എങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവിടെ എന്താണ് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് തോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വയ്ക്കുക. അപ്പം ഡേറ്റ് ഇടുക, സബ്ജക്റ്റ് ഏതാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ അത് ചെയ്യുക. പിന്നെന്തൊക്കെ ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവർ വിഷ് ചെയ്യുന്നുണ്ട്. അവരെ തിരിച്ച് വിഷ് ചെയ്തു. പിന്നെന്താ അവർക്ക് ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു ടോപ്പിക്കാണോ പഠിപ്പിക്കാൻ പോകുന്നത് ഉടനെ നമ്മൾ ആ ടെക്സ്റ്റ് എടുത്ത് അറ്റൻഡൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ടെക്സ്റ്റ് എടുത്ത് അത് നോക്കി വായിക്കുകയാണോ ചെയ്യുന്നത്? ഇപ്പം ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ആകുമ്പോൾ ആ ഓരോരോ കാര്യങ്ങളും, അതായത് നമ്മൾ ചെല്ലുന്നിടം മുതൽ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ഉള്ള ഒരു ക്ലാസ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് കുറേ കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? അതായത് നമുക്ക് എങ്ങനെ ആ ഒരു കണ്ടൻറ്റ് നമുക്ക് എങ്ങനെ പഠിപ്പിക്കാം, അപ്പോൾ അതിന് എങ്ങനെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് കുട്ടികളെ കൂടുതൽ അറ്റൻറ്റീവായിട്ട് അതിനിരുത്താൻ പറ്റും. പിന്നെ എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് നമുക്ക് എന്തൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും, ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഒറ്റ അവറുള്ള അല്ലെങ്കിൽ ഒരു പീരീഡ് ഉള്ള ഒരു ക്ലാസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ഇപ്പം ഒരു ടീച്ചർ ട്രെയിനിങ് എന്ന് പറയുമ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സ്കിൽസൊക്കെ എങ്ങനെ അക്വയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ട്രെയിനിങ് ആണല്ലോ നമുക്ക് BEdൽ കിട്ടുന്നത്. അപ്പം അത്തരം പലതരത്തിലുള്ള സ്കിൽസ് ഇപ്പം ഈവൻ നമ്മൾ ആ ഒരു ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് കുറേ സ്കിൽസ് ആവശ്യമുണ്ട്. നമ്മുടെ റൈറ്റിംഗ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ലെറ്റേഴ്സ് എങ്ങനെ ആയിരിക്കണം, ആ ലെറ്റേഴ്സിൻ്റെ സൈസ് എങ്ങനെ ആയിരിക്കണം, ആ ഒരു നമ്മൾക്കിപ്പം ഉണ്ടല്ലോ ബുക്കിലൊക്കെ എഴുതുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങ് ചെരിഞ്ഞ് അടുത്ത സൈഡിലേക്ക് പോകുക. അപ്പോൾ അത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉള്ളതാണ്. അപ്പം അതൊക്കെ നമുക്ക് എങ്ങനെ ഒരു ബ്ലാക്ക് ബോർഡ് റൈറ്റിങ്ങിൽ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഫോമിലുള്ള ഡിഫറൻസ് കൊണ്ട് ചിലപ്പം കുട്ടികൾക്ക് മനസ്സിലാകാണ്ട് വരും. അപ്പം എങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഫോമുലേറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാൻ പറ്റും, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കുട്ടികൾക്ക് എങ്ങനെ ഏത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, അതുപോലെ കുട്ടികളുടെ സ്റ്റിമുലസ് വേരിയേഷൻ, അപ്പം അതിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസൊക്കെ എങ്ങനെ ആയിരിക്കണം, അപ്പോൾ അത്തരത്തിലുള്ള കുറേ സ്കിൽസ് നമുക്ക് വേണം. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽസിനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് സ്കിൽസിൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് ഓഫ് സർട്ടൻ സ്കിൽസ് എങ്ങനെ നമുക്ക് ആ സ്കിൽസൊക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു പ്രാക്ടീസൊക്കെയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വരുന്നത്. അപ്പം എന്താണ് മൈക്രോ ടീച്ചിങ് എന്ന് നോക്കുകയാണെങ്കിൽ മൈക്രോ ടീച്ചിങ് ഇസ് എ ട്രെയിനിങ് ടെക്നിക്ക്. അപ്പോൾ ഇതൊരു ട്രെയിനിങ് ടെക്നിക്കാണ്. നിങ്ങൾക്കറിയാം BEd എന്ന് പറയുമ്പോൾ തന്നെ ഒരു ട്രെയിനിങ് ആണ്. അപ്പം ആ ഒരു ട്രെയിനിങ് ടെക്നിക്ക് ഇൻ വിച്ച് എ സ്റ്റുഡൻറ്റ് ടീച്ചർ ഈസ് റിക്വയർഡ് ടു ടീച്ച് എ സിംഗിൾ കോൺസെപ്റ്റ് യൂസിങ് എ സ്പെസിഫൈഡ് ടീച്ചിങ് സ്കിൽ ഓൺ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ ഒരു സിംഗിൾ കോൺസെപ്റ്റ് എടുക്കുകയാണ്. അപ്പം അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടോപ്പിക് എടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു കോൺസെപ്റ്റ് എടുക്കുക. ഒറ്റ കോൺസെപ്റ്റ് എടുത്താൽ മതി. എന്നിട്ട് അത് പഠിപ്പിച്ച് കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പം ആ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിലെ ആക്ച്വൽ സ്റ്റുഡൻസ് വേണമെങ്കിലും ആകാം, അല്ല എങ്കിൽ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളുമാകാം. അതൊരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പം മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ടെക്നിക്കാണ് ഇൻ വിച്ച് എ സ്റ്റുഡൻറ്റ് ടീച്ചർ ഈസ് റിക്വയർഡ് ടു ടീച്ച് എ സിംഗിൾ കോൺസെപ്റ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ടീച്ചർ ഒരു സിംഗിൾ കോൺസെപ്റ്റാണ് പഠിപ്പിക്കുന്നത്. ഒരു സ്പെസിഫൈഡ് ടീച്ചിങ് സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിലാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് അത് ചെയ്യുന്നത്. മൈക്രോ ടീച്ചിങ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡിസൈർഡ് ടീച്ചിങ് സ്കിൽസ്. അപ്പോൾ നമുക്ക് കുറേ ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ സ്കിൽസ്, അപ്പോൾ നമുക്ക് എല്ലാ സ്കിൽസും ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ. അപ്പോൾ അല്ല എങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കില്ല് വെച്ചിട്ട് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റും.
എ സ്കിൽ കനോട്ട് ബിക്കം വൺസ് ഓൺ സ്കിൽ അൺലെസ് ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് പീരിയോഡിക്കലി അല്ലേ. ഇപ്പം നമുക്ക് നമ്മുടെ സ്കില്ലെന്ന് പറയണമെങ്കിൽ ഇപ്പം കുറേ സ്കിൽസ് ഉണ്ട്, ആ സ്കിൽസൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ളൊരു പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടേതായി മാറൂ അല്ലേ. അല്ലെങ്കിൽ ആ സ്കില്ല് വേറൊരാളുടേത് സ്കില്ലാണ്, അത് നമുക്ക് അവകാശപ്പെട്ടതല്ല. അപ്പോൾ സ്കിൽസ് കോമൺ ആയിട്ടുണ്ട്, പക്ഷേ അത് എത്രത്തോളം നമ്മൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് നമ്മുടേതാകുമോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളുടേതാകുമോ എന്നുള്ളത്. എ സ്കിൽ കനോട്ട് become one's own skill unless it is practiced periodically. Dutch W. Allen of Stanford University first adopted the term micro-teaching in 1963. അപ്പോൾ 1963 ഡച്ച് ഡബ്ല്യു അലൻ ആണ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള ഡച്ച് ഡബ്ല്യു അലൻ ആണ് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. മൈക്രോ ടീച്ചിങ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് വിച്ച് ഇമ്പോർട്ട്സ് ഇൻറ്റൻസീവ് ട്രെയിനിങ് ഇൻ ദ കമ്പോണൻറ്റ് സ്കിൽസ് ഓഫ് ടീച്ചിങ് ടു ദ ടീച്ചർ ട്രെയിനീസ്. അപ്പം ടീച്ചർ ട്രെയിനീസിന് ഒരു അത്ര ഇൻറ്റൻസീവായിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് ഈ ഒരു മൈക്രോ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കാരണം അതിൽ നമുക്ക് ഏതൊരു ടീച്ചിങ് സ്കില്ലാണോ ഇമ്പ്രൂവ്ഡ് ആയി വരേണ്ടത്, ആ ഒരു കമ്പണൻറ്റ് സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് മൈക്രോ ടീച്ചിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ 2 ഡെഫിനിഷൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ സ്കെയിൽ ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ ഡിസൈൻ ടു ഡെവലപ്പ് ന്യൂ സ്കിൽസ് ആൻഡ് റിഫൈൻ ഓൾഡ് വൺസ്. അപ്പം ടീച്ചിങ് എൻകൗണ്ടർ എന്നൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ട, കുറേ കേട്ടിട്ടുള്ളൊരു വേർഡല്ലേ എൻകൗണ്ടർ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള പേടിയുടെ ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞൊരു ടീച്ചിങ് എൻകൗണ്ടർ, അതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. അതായത് നമുക്ക് പുതിയ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കയ്യിലുള്ള കുറേ ഓൾഡായിട്ടുള്ള സ്കിൽസ് ഉണ്ട്, അതിനെ ഒന്ന് റിഫൈൻ ചെയ്തൊന്ന് എന്താ പറയുക, റിഫൈനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പുതിയ രീതിയിലേക്ക് എത്തിക്കുക. റിഫൈൻ്റെ കറക്റ്റ് വേർഡ് മീനിങ് കിട്ടുന്നില്ല, സംശുദ്ധമാക്കുക അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം നമുക്ക് കയ്യിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക, പിന്നെ അതുപോലെ പുതിയ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്കെയിൽ ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ. കാരണം നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്തൊരു ഡെഫിനിഷൻ പാസിയൻ വീക്കാൻ്റെ ലളിത MS പറയുന്നത് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇസ് എ ട്രെയിനിങ് ടെക്നിക് വിച്ച് റിക്വയർസ് സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ടു ടീച്ച് എ സിംഗിൾ കോൺസെപ്റ്റ് യൂസിങ് സ്പെസിഫൈഡ് ടീച്ചിങ് സ്കിൽസ് ടു എ സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഒരു സിംഗിൾ കോൺസെപ്റ്റ് പഠിപ്പിക്കുക, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുക. അതെന്ന് പറഞ്ഞാൽ സ്മോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് നമ്മളത് കൊടുക്കേണ്ടത്. അടുത്ത മൈക്രോ ടീച്ചിങ് സൈക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ദ ട്രെയിനിങ് പ്രൊസീജിയർ ഫോർ വൺ ടീച്ചിങ് സ്കിൽ ഈസ് കോൾഡ് ആസ് മൈക്രോ ടീച്ചിങ് സൈക്കിൾ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് സ്കില്ലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രെയിനിങ് പ്രൊസീജിയറിനെ നമുക്ക് ഒരു മൈക്രോ ടീച്ചിങ് സൈക്കിൾ എന്ന് പറയാൻ പറ്റും. ഇൻ ദിസ് സൈക്കിൾ ദ ടീച്ചർ ട്രെയിനി ചൂസസ് എ സ്പെസിഫിക് സ്കിൽ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യമേ നമുക്ക് ഏതൊരു സ്കില്ലാണോ നമുക്ക് വേണ്ടത് ആ ഒരു സ്കില്ലിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഒരു മൈക്രോ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അപ്പം മൈക്രോ ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ ക്ലിയർ ആണല്ലോ, മൈക്രോ ഒരു ചെറിയൊരു ലെസൺ പ്ലാൻ മതി. ഇപ്പം ലെസൺ പ്ലാൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വലിയൊരു സംഭവമായിട്ടൊന്നും മനസ്സിൽ വെക്കേണ്ട, നിങ്ങൾ ബിഗിനിങ് ആണല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ലെസൺ പ്ലാൻ മതി, ഒറ്റ ഒരു സ്കില്ല് മതി. ആൻഡ് ടീച്ചേഴ്സ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അപ്പം കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രം പഠിപ്പിച്ചാൽ മതി. ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 5 to 10 minutes. ഒരു സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കില്ല് അതിൻ്റെ ബേസിൽ നമ്മളൊരു ചെറിയൊരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് ആ ലെസൺ പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ്, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ അത് പഠിപ്പിക്കണം കുറച്ചൊരു ടൈമിലേക്ക് വേണ്ടിയിട്ട്. ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ആൻഡ് ദ പിയർ ഒബ്സർവേഴ്സ് റേറ്റ് ദ ലെസൺ ഡ്യൂറിങ് യൂസിങ് ആൻ ഒബ്സർവേഷൻ ഷെഡ്യൂൾ ഓർ ആൻ അപ്രൈസൽ ഗൈഡ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ടീച്ചർ എഡ്യൂക്കേറ്റർ, അത് നിങ്ങളുടെ ടീച്ചറും അല്ലെങ്കിൽ മറ്റ് പിയേഴ്സ്, അപ്പം നിങ്ങളുടെ ബാക്കി പിയർ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സും ഒക്കെ ഇതൊന്ന് ഒബ്സർവ് ചെയ്യും. ജസ്റ്റ് അവർ ഒബ്സർവ് ചെയ്യുക മാത്രമല്ല, അവരുടെ കയ്യിലൊരു ഷെഡ്യൂളുണ്ട്, ഒരു ഒബ്സർവേഷൻ ഷെഡ്യൂൾ ഉണ്ട്. ആ ഒരു ഒബ്സർവേഷൻ ഷെഡ്യൂളിന് അവർ എത്ര മാർക്ക്, ഓരോ ഫാക്ടേഴ്സിന് എത്ര മാർക്ക് വേണമെന്നുള്ളത് അവർ അതോടെ ടിക്ക് ചെയ്യുകയും ചെയ്യും. ഓൺ ദ ബേസിസ് ഓഫ് ദ പെർഫോമൻസ് അപ്രൈസൽ. എന്നിട്ട് എന്താ ചെയ്യും, ഈ ടീച്ചർ എഡ്യൂക്കേറ്റർ ആണെങ്കിലും നിങ്ങളുടെ ബാക്കിയുള്ള 1-2 പേർ ആണെങ്കിലും അത് ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ, ആ കിട്ടുന്ന ഒബ്സർവേഷൻ്റെ ബേസിസിൽ നമുക്ക് എന്താ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുമല്ലേ. ഇപ്പോൾ ഏതൊക്കെയാണ് നെഗറ്റീവ്സ്, ഏതൊക്കെയാണ് പോസിറ്റീവ്സ് എന്നുള്ള ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഓരോ സ്കില്ലിലും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഡിസൈറബിൾ ആയിട്ടുള്ളത് എത്രത്തോളം പോയി, അൺഡിസൈറബിൾ ആയിട്ടുള്ളതാണോ കൂടുതൽ വന്നത്, അപ്പം അത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ്റെ ബേസിൽ ടീച്ചർ
ടീച്ചർ എഡ്യൂക്കേറ്ററിനായാലും നിങ്ങളുടെ പിയറിനായാലും നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് തരാനായിട്ട് പറ്റും. അപ്പം ആ ഒരു ഫീഡ്ബാക്കിൻ്റെ ബേസിസിൽ അപ്പം എനിക്ക് എവിടെയാണോ ആ ഒരു ഫോൾട്ട് പറ്റിയത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നമ്മുടെ ആ ഒരു സെയിം ആ ഒരു എന്താണ് സ്കില്ല് വരുന്ന ആ ഒരു കണ്ടൻറ്റിന് കുറച്ചും കൂടെ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ കുട്ടികളല്ല അടുത്ത സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ദിസ് ലെസൺ ഈസ് ഓൾസോ റേറ്റഡ് ബൈ അപ്പം അങ്ങനെ രണ്ടാമത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും എന്ത് ചെയ്യും, ആ ടീച്ചർ എഡ്യൂക്കേറ്റർ ആണെങ്കിലും ആ പിയർ സ്റ്റുഡൻസ് ആണെങ്കിലും അവരും അത് ഒബ്സർവ് ചെയ്തിട്ട് അവിടെയുള്ള ഫീഡ്ബാക്ക് വീണ്ടും നമ്മൾ ആ ഒരു ഒബ്സർവേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങൾ ഇൻഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആ ഒരു സ്റ്റേജിൽ അത് കഴിയണമെന്നില്ല. ബിക്കോസ് അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോർട്ട് കമ്മിങ്സ് വരികയാണെങ്കിൽ അറിയാലോ മനുഷ്യന്, അപ്പം നമുക്കൊരു നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കുറേ തെറ്റുകൾ വരും. അപ്പോൾ ആ തെറ്റുകൾ നമ്മൾ ആദ്യം മുതലേ നമ്മൾ ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. അപ്പം ആ ഒരു രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് വീണ്ടും ഫീഡ്ബാക്ക് മോശമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പ്ലാൻ ചെയ്ത് വീണ്ടും അതിനെ പഠിപ്പിക്കും. അപ്പം വീണ്ടും മറ്റവരിരുന്നിട്ട് ഫീഡ്ബാക്ക് തരും. അപ്പം അവിടെ ശരിയായില്ലെങ്കിൽ നമ്മളത് വീണ്ടും ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു എന്തൊക്കെ സ്റ്റെപ്സാണ് നമുക്കിവിടെ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പം ഒരു ടീച്ചിങ് സൈക്കിൾ എന്ന് പറഞ്ഞു, കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്ലാനിങ്. ഇപ്പോൾ എന്തൊരു കാര്യത്തിൽ ആദ്യമേ വേണമല്ലോ പ്ലാനിങ്. പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ അത് പകുതി ഒക്കെ ആയി അല്ലേ. അപ്പം അതുപോലെ ഈ ഒരു പ്ലാനിങ് സ്റ്റേജിൽ വരുന്നത് നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്കിൽ, ഏതൊരു സ്കില്ലാണോ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യുക. ഇപ്പം നമുക്ക് സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ പ്രോബിങ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു സ്കില്ല് വേണം, അല്ലെങ്കിൽ നമുക്കൊരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു സ്കില്ലാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സ്കില്ലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഏതൊരു സ്കില്ലാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മളത് ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു സ്കില്ലിന് എന്തൊക്കെ കമ്പണൻസ് ഉണ്ട് എന്നുള്ള അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്ലുവൻസി എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ വേർഡ് ഓർഡർ എങ്ങനെ ആയിരിക്കണം, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അപ്പം ഓരോ സ്കില്ലിനുണ്ട്. അപ്പം ഏതൊക്കെ കമ്പോണൻസ് ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്ക്, അതിൻ്റെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിപ്പിക്കാൻ, അതായത് നമ്മുടെ സബ്ജക്റ്റിന് അനുസരിച്ച് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്കൊരു മൈക്രോ ലെസൺ പ്ലാൻ എഴുതുക. അപ്പോൾ അത്രയാണ് ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത്. ഇപ്പം മൈക്രോ ടീച്ചിങ്ങിൻ്റെ സൈക്കിളിൻ്റെ ഫസ്റ്റ് വണ്ണാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം പ്ലാനിങ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആദ്യമേ വേണ്ടത് ഏതൊരു സ്കില്ലാണോ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആ ഒരു സ്കില്ലിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു സ്കില്ലിന് എന്തൊക്കെ കമ്പോണൻസ് വരുന്നുണ്ടോ ആ കമ്പോണൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെയൊക്കെ ബേസിൽ നമുക്കൊരു കോൺസെപ്റ്റ് നമ്മുടെ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമ്മളൊരു കോൺസെപ്റ്റ് സെലക്ട് ചെയ്ത് അതിൽ നമുക്കൊരു മൈക്രോ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാനിങ് കഴിഞ്ഞാൽ ഇതൊക്കെ ആയി. ഇനി നമുക്ക് പഠിപ്പിക്കണം അല്ലേ. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റേജ്, അതായത് ടീച്ചിങ്. അപ്പോൾ അവിടെ ട്രെയിനി ടീച്ചേഴ്സ് ദ ലെസൺ ഇൻ ദ മൈക്രോ ടീച്ചിങ് സെറ്റിംഗ്. ഇപ്പോൾ മൈക്രോ ടീച്ചിങ് സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ക്ലാസ് റൂമാണ്, ബട്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ലെസർ ആയിരിക്കും. അതുപോലെ നമ്മുടെ ടൈം എന്ന് പറഞ്ഞാലും കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മൈക്രോ ടീച്ചിങ് സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം NCERT സജഷൻ അനുസരിച്ച് മൈക്രോ ടീച്ചിങ് സെറ്റിങ്ങിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു ടൈം 6 minutes മതി എന്ന് പറയുന്നുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5 to 10. അപ്പം അത് നമുക്ക് റിയൽ സ്റ്റുഡൻസ് വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ നമ്മുടെ പ്യുവർ സ്റ്റുഡൻസ് ആയാലും മതി. പിന്നെ സൂപ്പർവൈസറായിട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ ടീച്ചേഴ്സ്, അല്ല എങ്കിൽ 1 or 2 നിങ്ങളുടെ പ്യുവർ സ്റ്റുഡൻസും അവിടെ ഇരിക്കും. ദ ലെസൺ ഈസ് ബീങ് ഒബ്സർവ്ഡ് ബൈ ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ഓർ ദ പിയേഴ്സ് ഓർ വീഡിയോ ഓർ ഓഡിയോ റെക്കോർഡഡ്. അപ്പോൾ നമുക്ക് നിങ്ങളിപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പം ആരെങ്കിലും ഫോർ എക്സാമ്പിൾ ANSI ആണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ANSI എടുക്കുന്ന ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികൾ, ANSIയുടെ ഓപ്ഷനിലുള്ള ബാക്കിയുള്ള ഫ്രണ്ട്സ് എന്ത് ചെയ്യും, അവിടെ സ്റ്റുഡൻസ് ആയിട്ടിരിക്കും. പിന്നെ 1 അല്ലെങ്കിൽ 2 പേര് ഒബ്സർവേഴ്സായിട്ടിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷണൽ ടീച്ചർ ആരാണോ ആ ടീച്ചർ അവിടെ ഒബ്സർവറായിട്ടിരിക്കും. അത് കഴിയുമ്പോഴേക്കും ഇത് ഒബ്സർവ് ചെയ്യുകയാണ്. ഇപ്പം ഈ ടീച്ചറാണെങ്കിലും ഇപ്പം മറ്റുള്ള കുട്ടികളുണ്ടല്ലോ, അതായത് നിങ്ങളുടെ പേർ തന്നെയാണ് ബാക്കി അവിടെ ഇരിക്കും. ഇപ്പോൾ ഇൻ കേസ് 7 number ഓഫ് സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് ആണെങ്കിൽ 5 പേര് അവിടെ ഇരുന്ന് നിങ്ങളുടെ സ്റ്റുഡൻസായിട്ട് അവിടെ ഇരിക്കും. ബാക്കി 2 പേര് ഇത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. അപ്പോൾ ആ ഒബ്സർവ് ചെയ്യുന്നവർക്ക് മാത്രം ആ ഒരു ഷെഡ്യൂൾ വെച്ചാൽ മതി. ബാക്കിയുള്ളവർ ആ ഒരു ക്ലാസ്സിൽ തന്നെ അവർ ശ്രദ്ധിച്ചിരിക്കുക. കാരണം നമുക്ക് എന്നാലല്ലേ അവർ കറക്റ്റ് റെസ്പോൺസൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവർ ഈ ഒരു എഴുത്തും ഒബ്സർവേഷനും എല്ലാം കൂടെ ആയിക്കൊണ്ടിരുന്നാൽ അത് നടക്കില്ല. അപ്പം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വേറെ ആൾ മതി. ഓക്കെ,
എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ടീച്ചർ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ പിയർ ഇരുന്ന് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം അത് നമ്മളിപ്പോൾ ഒബ്സർവേഷൻ ആളുണ്ട് എങ്കിലും ഒരു വീഡിയോ റെക്കോർഡിംഗ് വരികയാണെങ്കിൽ ആ ആൻസിക്ക് കുറേ കാര്യങ്ങൾ കിട്ടുമില്ല, ആൻസിയുടെ എങ്ങനെയാണ് എടുത്തത് എന്നുള്ള ഒരു കാര്യം നമുക്ക്. കാരണം നമ്മളിപ്പം ചെയ്യുമ്പോൾ അതൊന്നും അറിയില്ല, പക്ഷേ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കും, എവിടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ. അടുത്ത മൂന്നാമത്തെ പോയിൻ്റാണ് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ് ഫീഡ്ബാക്ക്. അപ്പം അറിയാലോ, ആദ്യമേ പ്ലാൻ ചെയ്ത് പിന്നെ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒബ്സർവ് ചെയ്യാനിരുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഫീഡ്ബാക്ക് കിട്ടും. The observers analyze the performance and discuss it with the teacher trainee on the basis of the rating using appraisal guide. അപ്പോൾ ആ ഒരു അപ്രൈസൽ ഗൈഡിൽ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്സ് നമുക്ക് 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റിംഗ്സ് വരും. അതിൽ ഏതാണോ ഓരോ സ്കില്ലിന് ആപ്റ്റായിട്ടുള്ളത് അതനുസരിച്ചുള്ളൊരു സ്കോർ ആയിരിക്കാം നിങ്ങളുടെ ഒബ്സർവേഴ്സ് തരുന്നത്. അപ്പം ആ ഒരു ആ ഒരു അപ്രൈസൽ ഗൈഡിലുള്ള റേറ്റിംഗ്സിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും. ദ സൂപ്പർവൈസർ ക്യാൻ ഗിവ് ഫീഡ്ബാക്ക് ടു ഡെവലപ്പ് ദ സ്കിൽ. അപ്പം സൂപ്പർവൈസറിന് എന്താണ്, നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഫീഡ്ബാക്ക് തരാൻ പറ്റും. അത് കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഫീഡ്ബാക്ക് വരെ കിട്ടി, പിന്നെ നമുക്ക് ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആയിരുന്നു, അപ്പോൾ നമ്മൾ റീപ്ലാൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ പ്ലാനിങ് ചെയ്തതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് അത് പ്രശ്നങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് നമ്മളത് വീണ്ടും റീപ്ലാൻ ചെയ്യും. അപ്പം ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഫീഡ്ബാക്ക് എന്നാൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഫീഡ്ബാക്കിൻ്റെ ബേസിസിലാണ് നമ്മളത് റീപ്ലാനിങ് നടത്തുന്നത്. എന്നിട്ട് റീപ്ലാൻ ചെയ്തിട്ട് മൈക്രോ ലെസൺ പ്ലാൻ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യും. പിന്നെ എന്ത് ചെയ്യാം, റീപ്ലാൻ ചെയ്ത് നമുക്ക് പിന്നെ പഠിപ്പിക്കാമല്ലോ. അപ്പം അത് റീടീച്ചിങ് എന്നാണ് പറയുന്നത്. അപ്പം റീടീച്ചിൽ ദ ടീച്ചർ ട്രെയിനി റീടീച്ചേഴ്സ് ദ റിവൈസ്ഡ് ലെസൺ ടു അനദർ ബട്ട് കമ്പയറബിൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്റ്റുഡൻസിനെയാണ്, സ്കൂളിലെ സ്റ്റുഡൻസിനെയാണ് എടുക്കുന്നതെങ്കിൽ ആ സെയിം സ്റ്റുഡൻസിനെ തന്നെ എടുക്കേണ്ട അനദർ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് കമ്പയറബിൾ. അതായത് ഇപ്പോൾ നമുക്ക് ആദ്യം 5 പേരുണ്ടെങ്കിൽ വീണ്ടും 5 പേര്, ആ ഒരേ ക്ലാസ്സിലുള്ള വേറെ 5 പേര്, അങ്ങനെ ഒരു സെറ്റപ്പാണ് വേണ്ടത്. Then the supervisor checks to see whether there is any improvement in skill attainment. അപ്പം ഇങ്ങനെ വീണ്ടും പഠിപ്പിക്കുമ്പോൾ സൂപ്പർവൈസർ അവിടെ നിന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അതിൻ്റെ ബേസിൽ നമ്മൾ നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടാമത്തേതായിട്ടാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ദ സൂപ്പർവൈസർ അസസ് ദ ലെസൺ വൺസ് അഗെയിൻ ആൻഡ് പ്രൊവൈഡ്സ് ദ ഫീഡ്ബാക്ക് ടു ദ ട്രെയിനി. ദിസ് പ്രോസസ് റിപ്പീറ്റ്സ് അണ്ടിൽ ദ ട്രെയിനി അക്വേഴ്സ് ദ റിക്വയർഡ് ലെവൽ ഓഫ് കോമ്പിറ്റൻസി. അപ്പം ആ ഒരു നമുക്ക് ആ ഒരു കോമ്പിറ്റൻസി ലെവൽ അക്വയർ ചെയ്യുന്നവരെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. അങ്ങനെ 6 സ്റ്റേജസ് ആണുള്ളത്. എന്താ പറയുക, നമ്പർ ഇട്ടപ്പോൾ 3ന് പകരം 4th ഇട്ടേണ്ടതാണ് 7 വന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പ്ലാനിങ് നടത്തി. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊരു കണ്ടൻറ്റാണ്, ഏതൊരു സ്കില്ലാണ് വേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കണ്ടൻറ്റ് വേണം, ആ ഒരു കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് പിന്നെ ഒരു ലെസൺ പ്ലാൻ, മൈക്രോ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ പഠിപ്പിച്ചതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടും ഫീഡ്ബാക്ക്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ആ ഫീഡ്ബാക്കിൻ്റെ ബേസിസിൽ ഇപ്പം നമുക്ക് മോശമായിട്ടുള്ളൊരു ഫീഡ്ബാക്ക്, മോശം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു മോശം എന്നുള്ളൊരു സെൻസിൽ എടുക്കണ്ട. അതായത് നമുക്ക് മോഡിഫിക്കേഷൻ എവിടെയാണോ വരുത്തേണ്ടത് ആ ഒരു കാര്യമാണ് ഫീഡ്ബാക്കിൽ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലെസനെ റീപ്ലാൻ ചെയ്യും. റീപ്ലാനിങ് കഴിഞ്ഞാൽ നമ്മളത് റീടീച്ച് ചെയ്യുമ്പോഴേക്കും അവിടെ ഒബ്സർവ് ചെയ്യാനിരിക്കുന്നവർ നമുക്ക് അടുത്ത ഫീഡ്ബാക്ക് തരുന്നതാണ് റീഫീഡ്ബാക്ക്. അപ്പോൾ ആ റീഫീഡ്ബാക്കിൻ്റെ ബേസിൽ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ദെൻ നമുക്ക് ആ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇഫ് ദ ഫീഡ്ബാക്ക് ഈസ് നോട്ട് സോ മച്ച് ഓക്കെ ദെൻ വി ഹാവ് ടു പ്ലാൻ അഗെയിൻ. അപ്പം വീണ്ടും അവിടെ ഒരു റീപ്ലാനിങ് വരും. അപ്പോൾ ആ റീപ്ലാനിങ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് റീടീച്ചിങ് വരും, പിന്നെ ഫീഡ്ബാക്ക് വരും. അപ്പോഴും നമ്മൾ ഓക്കെ ആയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഓരോ സ്കിൽസായിട്ട് നോക്കാം.